Yes, hello dears again. Welcome back. ഇപ്പോൾ മിസ് വന്നിരിക്കുന്നത് നമ്മുടെ അവസാനത്തെ സെക്ഷൻ ആയിട്ടാണ് അല്ലേ? നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കൂടുതൽ ഒന്നും പറയാനില്ല. ദ ലാസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ്, അതായത് 20 മുതൽ 27 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. നേരെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ്, 20 രണ്ട് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ BAC. BAC എന്ന് പറയുന്ന ആംഗിളിന്റെ മെഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ AO എന്ന് പറയുന്ന ആളെ ജോയിൻ ചെയ്തു. AO എന്ന് പറയുന്നതും BO എന്ന് പറഞ്ഞാലും CO എന്ന് പറഞ്ഞാലും സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ, ആരങ്ങളാണ്, ഇവരെല്ലാവരും റേഡിയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, BOA എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ റേഡിയസിന് ഓപ്പോസിറ്റ് എത്രയാ 30 ഡിഗ്രി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റേഡിയസിന് ഓപ്പോസിറ്റും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതാ അപ്പുറത്ത് മറ്റൊരു ട്രയാങ്കിൾ ഉണ്ടല്ലേ, ഞാൻ എന്താ നീല കളറിലൊന്ന് അടയാളപ്പെടുത്തിയേക്കാം. AOC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റേഡിയസിന് ഓപ്പോസിറ്റ് എത്ര ഡിഗ്രിയാണ്? 20 ആണെങ്കിൽ ഇതേ റേഡിയസിന് ഓപ്പോസിറ്റ് ഇവിടെയും എത്രയായിരിക്കും? 20 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ആംഗിൾ BAC കണ്ടുപിടിക്കാൻ, അതായത് ആംഗിൾ A എന്ന് പറയുന്നത് 20 + 30 എത്ര ഡിഗ്രി വന്നു? 50 ഡിഗ്രി വന്നു. എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലേ? ഇനി ആംഗിൾ BOC, അതായത് ഈ ഒരു ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ നോക്കുക, ഒരു സർക്കിളില് BC എന്ന് പറയുന്ന കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ അതേ BC സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 50ന്റെ ഇരട്ടി എത്ര ഡിഗ്രി ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അടിപൊളിയായിട്ട് ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇതേ ക്വസ്റ്റ്യനിലെ ഓർ ക്വസ്റ്റ്യൻ ആട്ടോ, B ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫിഗറിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ B തന്നിട്ടുണ്ട്, 50 ഡിഗ്രിയാണ്. BAC എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ ഫുൾ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ OAC ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? അതായത് എക്സിന്റെ ടേമിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേടാം. A എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഒരു പേര് കൊടുക്കാം. ഇവിടെ ഈ ഒരു പോയിന്റ് P, ഈ ഒരു പോയിന്റ് Q. ഓക്കെ, ഇതാ നോക്കിയേക്കാം. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന രണ്ട് ടാൻജൻസ് ആണ് AC ആൻഡ് AP. ഓക്കെ ആണല്ലോ? ഈ രണ്ട് പേരുടെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആൻഡ് അതേ എയിൽ നിന്നും സർക്കിളിലെ സെന്ററിലേക്ക് വരച്ചിരിക്കുന്ന ലൈനാണ് AO എന്ന് പറയുന്ന ലൈൻ ആംഗിൾ Aനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇത് ടോട്ടൽ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവൻ എത്രയായിരിക്കും? എക്സിന്റെ പകുതി ആയിരിക്കും, x/2. ആൻഡ് ഇവനും എത്രയായിരിക്കും? x/2 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ ദി ആൻസർ ഈസ് x/2 ഡിഗ്രി, എക്സിന്റെ പകുതി ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ AOC. ഇവനെ അങ്ങ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഒരു ടോട്ടൽ ആംഗിൾ എനിക്ക് അറിയില്ല. ഞാൻ ഈ ടോട്ടൽ ആംഗിളിനെ ഞാൻ y ആയിട്ട് എടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഈ ടോട്ടൽ ആംഗിൾ x ആണ്, ഇവൻ y ആണ്, ഇവൻ 50 ആണ്. നമുക്കറിയാം ഈ ഒരു ട്രയാങ്കിൾ ABC, ഈ ഒരു ടോട്ടൽ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിന്റെ വലിയ ട്രയാങ്കിൾ ആംഗിൾ A+, ആംഗിൾ B+, ആംഗിൾ C ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ് കിട്ടേണ്ടത് അല്ലെ? ആംഗിൾ A നമുക്ക് x ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, A ടോട്ടൽ കേട്ടോ. ഓക്കെ, ആംഗിൾ B എന്ന് പറയുന്നത് 50, ആംഗിൾ C എന്ന് പറയുന്നത് y ഡിഗ്രി ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് 180 ഡിഗ്രിയാണ്. ഇവരുടെ സം എന്ന് പറയുന്ന തുക 180 ആണ്. ഇതിൽ നിന്നും +50 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? 180 - 50 ആകും. ദാറ്റ് ഈസ് x + y = 130 ഡിഗ്രി വന്നു. തൽക്കാലം അവൻ അവിടെ നിന്നോട്ടെ, നമുക്ക് ആവശ്യം വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം കേട്ടോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഈ ഒരു ആംഗിൾ AOC ആണ്. ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ മഞ്ഞ കളറിൽ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിലെയും എല്ലാ ആംഗിൾസും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ, അതായത് ഈ ഒരു ആംഗിൾ കേട്ടോ, ആംഗിൾ എത്രയാ? AOC പ്ലസ് ആൻഡ് ഈ ഒരു ആംഗിൾ നമുക്കറിയാലോ, x/2 പ്ലസ് ഈ ഒരു ആംഗിൾ എന്താണ്? ഇത് ടോട്ടൽ y ആണെങ്കിൽ ഇവനും y/2 ആവും അല്ലെ? ഇത് ടോട്ടൽ y ആണ്, വൈയുടെ പകുതിയാണ് ഇവൻ y/2, ഇവനും y/2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആംഗിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ y/2. ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂട്ടുമ്പോഴും എത്ര തന്നെ വരണം? 180 ഡിഗ്രി. ഇവിടെ നോക്കിക്കേ, ആംഗിൾ AOC അറിയില്ല, കണ്ടുപിടിക്കണം. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഞാൻ ഒരുമിച്ച് എഴുതി, ഹോൾ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇവിടെ നോക്കുക, ആംഗിൾ AOC അതുപോലെ തന്നെ എഴുതി.
എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 130 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈക്ക് പകരം എത്ര കൊടുക്കാം? 130 ഡിവൈഡഡ് ബൈ 2 is equal to 180 degree. That is angle AOC is equal to 130 പകുതി എത്രയാണ്? 130 പകുതി 65. ഓക്കെ, ഞാനിവിടെ എപ്പോഴും ഈക്വൽ ടു തന്നെയുള്ള കുറേ നേരം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 65 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇതിൽ നിന്നും ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പ്ലസ് 65 ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കാം. ആംഗിൾ AOC ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 65 ഡിഗ്രി, ദാറ്റ് ഈസ് 115 ഡിഗ്രി എന്ന് വരും ആംഗിൾ AOC. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വലിയ കുഴപ്പമില്ല. അതൊന്ന് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21ാമത്തെ ചോദ്യം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടുപരിചയം ഉണ്ടാകും, കാരണം ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേക്കാം. ആംഗിൾ എ തന്നിട്ടുണ്ട് 80 ഡിഗ്രി, ആംഗിൾ ഡി തന്നിട്ടുണ്ട് 110 ഡിഗ്രി. ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ? ഓക്കെ, ആംഗിൾ BCD, അതായത് ഈ ഒരു ആംഗിൾ എത്രയാണെന്ന്. ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെ, എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവനെയും കൂട്ടുമ്പോൾ 180 ഡിഗ്രി. ഒരാൾ 80 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ടാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 80 മൈനസ് ചെയ്യാം. എത്ര വന്നു? 100 ഡിഗ്രിയാണ് വരിക. ഇനി ഈ ഒരു ആംഗിളും അതുപോലെ തന്നെയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടണം. ഒരാൾ 110 ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാൻ ആരെ മൈനസ് ചെയ്താൽ മതി? 180 110 മൈനസ് ചെയ്യുമ്പോൾ 70 ഡിഗ്രി. ഇവനെ അല്ല ചോദിച്ചിരിക്കുന്നത്, ഈ ഒരു ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ലീനിയർ പെയർ രേഖീയ ജോഡി പ്രകാരം ഇവൻ ടോട്ടൽ 180 ഡിഗ്രി ആയിരിക്കും. 180 70 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാ ഈ ഒരു ആംഗിൾ കിട്ടുന്നു. എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രി. പെട്ടെന്ന് കിട്ടി, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തൊരു പ്രൂഫ് ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ നമുക്കുള്ളതാണ്. പ്രൂവ് ദാറ്റ് എനി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഏതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എടുത്തു കഴിഞ്ഞാലും ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഞാൻ ഈ ഒരു ഫിഗർ ഒന്നുകൂടി ഒന്ന് വരക്കുന്നുണ്ടേ. ഓക്കെ, അതായത് ഒരു ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിനകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ വരക്കുന്നു, ABCDE. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എടുത്താലും ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ്, ഏതൊരു വെർട്ടെക്സിന്റെയും ഔട്ടർ ആംഗിൾ, ഞാൻ ഇതേ ഔട്ടർ ആംഗിൾ തന്നെയാണ് എടുക്കുന്നത്, ഏതൊരു വെർട്ടെക്സിന്റെയും ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദി ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഈ ഇന്നർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ കിടക്കുന്ന ഈ ഒരു ആംഗിളിനോട് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൂഫ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി പോകാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. എങ്ങനെ എഴുതാം? ലെറ്റ് ആംഗിൾ ഡി, അറിയില്ല, ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ആംഗിൾ ഡി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഒരാൾ എക്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി. ഇതെല്ലാം എടുത്ത് എഴുതണം കേട്ടോ, ഓരോ ആംഗിൾസ് പേര് എഴുതിയിട്ട് എടുത്ത് എഴുതണം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചേടാ. ഇവൻ 60 ഡിഗ്രി ആണെങ്കിൽ ഇവൻ 180 മൈനസ് 60 ഡിഗ്രി ആയിരിക്കണം, അല്ലെ? ലീനിയർ പെയർ. ഇവൻ 50 ഡിഗ്രി ആണെങ്കിൽ ഇവൻ 180 മൈനസ് 50 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ഇനി ഇവൻ 40 ഡിഗ്രി ആണെങ്കിൽ ഇവൻ 180 മൈനസ് 40 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അടുത്തത് ഇവൻ 30 ഡിഗ്രി ആണെങ്കിൽ ഇവൻ 180 മൈനസ് 30 ഡിഗ്രി ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഇവൻ 180 മൈനസ് 20 ഡിഗ്രി ആവണമെങ്കിൽ ഇവൻ 20 ഡിഗ്രി ആയിരിക്കണ്ടേ? അപ്പോൾ ഇവിടെ 180 മൈനസ് എക്സ് ആവണമെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കണം? എക്സ് ആയതുകൊണ്ടാണ് ഇപ്പുറം 180 മൈനസ് എക്സ് ചെയ്തത്. ഇപ്പൊ നോക്കിയേ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന രണ്ടുപേരും ഈക്വൽ ആണോ എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതെ, രണ്ടുപേരും ഈക്വൽ ആണ്. എക്സ് ആയിട്ട് തന്നെ വന്നു. സെറ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ പ്രൂഫ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. ഹെൻസ് പ്രൂവ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെയും 22ാമത്തെ ചോദ്യത്തിൽ 2 പാർട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്, ടാൻജൻസ് എല്ലാം വരച്ചിട്ടുണ്ട്. AP എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, AP എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ AS എത്രയാണ്? മക്കളെ നോക്കിക്കേടാ, A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന 2 ടാൻജന്റ് ആണ് AP ആൻഡ് AS. രണ്ടുപേരുടെ ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവൻ 3 ആണെങ്കിൽ അവൻ 3 സെന്റിമീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു മാർക്ക് പെട്ടെന്ന് കിട്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
പ്രൂവ് ദാറ്റ് എ ബി പ്ലസ് സി ഡി എന്ന് പറയുന്നതും എ ഡി പ്ലസ് ബി സി എന്ന് പറയുന്നതും ഈക്വൽ ആണോ എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാ നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 2 ടാൻജൻസ് സർക്കിളിലേക്ക് ഉണ്ട്, എ പി എ എസ്. ഇവന് ഞാൻ എ എന്ന് കൊടുത്തു, ഇവനും എ എന്ന് കൊടുത്തു. കാരണം പുറത്തു നിന്നൊരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരക്കുന്ന എന്ത് ടാൻജൻസിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും, തൊടുവരകളുടെ നീളം തുല്യമായിരിക്കും. ബിയിൽ നിന്ന് 2 ടാൻജൻസ് ഉണ്ട്, ബി പി ബി ക്യു. ഞാൻ സ്മോൾ ലെറ്റർ ബി എന്ന് അടയാളപ്പെടുത്തി. സിയിൽ നിന്ന് വരച്ചിരിക്കുന്ന 2 ടാൻജൻസ് സി ആർ സി ക്യു. ഞാൻ സ്മോൾ ലെറ്റർ സി എന്ന് കൊടുത്തു. ഡിയിൽ നിന്ന് വരച്ചിരിക്കുന്ന 2 ടാൻജൻസിന് ഞാൻ സ്മോൾ ലെറ്റർ ഡി എന്ന് കൊടുത്തു. ഓക്കെ, നേരെ പ്രൂവ് ചെയ്യാം. ഇപ്പൊ കഴിയൂട്ടോ ആൻസർ. എ ബി എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെ, അതായത് എ പ്ലസ് ബി അല്ലേ എ ബി, എ പ്ലസ് ബി പ്ലസ് സി ഡി. സി ഡി എന്ന് പറഞ്ഞാൽ ഇവനാണ് സി ഡി, അതായത് സി പ്ലസ് ഡി ആണ് സി ഡി. സി പ്ലസ് ഡി കഴിഞ്ഞു. ഈക്വൽ ടു എ ഡി. എ ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, എ ഡി. അതായത് എ പ്ലസ് ഡി ആണ് ടോട്ടൽ ലെങ്ത് എ ഡി ആയിട്ട് എടുത്തിരിക്കുന്നത്, എ പ്ലസ് ഡി പ്ലസ് ബി സി. ബി സി എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ്, സി പ്ലസ് ബി അല്ലെങ്കിൽ ബി പ്ലസ് സി. ഓക്കെ, നോക്കിയേ, എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്തിനോട് ഈക്വൽ ആണ്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡിനോട് ഈക്വൽ ആണ്. ഹാൻഡ്സ് പ്രൂവ്ഡ്. അതും കഴിഞ്ഞു. എല്ലാം സെയിം ആയിട്ട് തന്നെ വന്നില്ലേ? ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ചോദ്യമാണേ, ഇത് വലിയ പ്രശ്നമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, കാൽക്കുലേറ്റ് റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 6, 8, 10 സെന്റിമീറ്റർ. ഓക്കെ, 6, 8, 10 സെന്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇൻസർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആർ ഈസ് ഈക്വൽ ടു എ ബൈ എസ് എന്നാണ് ഇക്വേഷൻ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഏരിയ, പരപ്പളവ്. എസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവിന്റെ പകുതി, പെരിമീറ്ററിന്റെ പകുതി, സെമി പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡുകൾ നമ്മൾ എയും ബിയും സിയും ആയിട്ടാണ് എടുക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ, ബി എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ, സി എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവരുടെ എസ് കണ്ടുപിടിക്കാം. എസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അതായത് എല്ലാവരും തമ്മിൽ കൂട്ടുക. 6 പ്ലസ് 8 പ്ലസ് 10 ബൈ 2 എത്രയാണ്? 14, 24, 12 എന്ന് വരും. 12 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ എസ് കിട്ടി 12 സെന്റിമീറ്റർ ആണ്. ഇനി ഏരിയ കണ്ടുപിടിക്കണേ. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഹെറോൺസ് ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ഏരിയയുടെ ഇക്വേഷൻ? പരപ്പളവ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ അല്ലേ? എസും എയും ബിയും സിയും എല്ലാം നമ്മൾ ഇതാ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. റൂട്ട് ഓഫ് എസ്, എസ് എത്രയാണ്? 12. 12 ഇൻറ്റു 12 മൈനസ് 6 ഇൻറ്റു 12 മൈനസ് 8 ഇൻറ്റു 12 മൈനസ് 10. എയ്ക്കും ബിക്കും സിക്കും പകരം നേരെ എത്രയാണ്? 6, 8, 10 കൊടുത്തു. ഇതാ ഇവിടെ നോക്കുക. 12 ഇൻറ്റു 12 മൈനസ് 6, 6, 12 മൈനസ് 8, 4, 12 മൈനസ് 10, 2. ഇവരെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഇതാ നോക്കാം. 12 നമുക്ക് 3 ഇൻറ്റു 4 എന്ന് എഴുതാം. 6 നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. 4 ഇവിടെ ഒരെണ്ണം ഉള്ളത് കൊണ്ട് 4 ഞാൻ ഒന്നും ചെയ്തില്ല, 2 ഞാൻ ഒന്നും ചെയ്തില്ല, അതുപോലെ തന്നെ എഴുതിട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം 4 സ്പ്ലിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 12 എന്താണ് എല്ലാവരും സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇൻറ്റു ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അതിലേക്ക് പോകണ്ട കേട്ടോ. ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം കുറച്ച് അവിടെ പോകും. സോ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കോമൺ ആയിട്ട് വരുന്ന ആളെ പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. ഇതെല്ലാവർക്കും അറിയാവുന്ന മെത്തേഡാണെന്ന് കരുതുന്നു. ഓക്കെ, ഇവിടെ 3, 2 എണ്ണം ഉണ്ട് അല്ലേ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഒരു 3 പുറത്തേക്ക് എടുത്തു. ഇൻറ്റു നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഒരു 4 പുറത്തേക്ക് എടുത്തു. ഇൻറ്റു ദെൻ 2, 2 എല്ലാവരും പുറത്തേക്ക് എടുത്തു അല്ലേ? 2, 2. ഓക്കെ, ദാറ്റ് ഈസ് എത്രയാണ്? 4 എത്രയാണ്? 3 ഇൻറ്റു 6 24, 3 ഇൻറ്റു 2 6, 6, 4 24 എന്ന് തോന്നുന്നു. സെറ്റാണല്ലോ. അതായത് ഏരിയ നമുക്ക് 24 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നേരെ റേഡിയസ് കണ്ടുപിടിക്കാം. ഏത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി? ഈ ഒരു ഇക്വേഷനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ദെർഫോർ റേഡിയസ് ഇസ് ഈക്വൽ ടു എ ബൈ എസ്. എ എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 12. 24 12 കൊണ്ട് ഹരിച്ചാൽ എത്രയാടാ? 2 സെൻറ്റിമീറ്റർ. അതായത് ആരം റേഡിയസ് എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 സെൻറ്റിമീറ്റർ. കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നല്ലൊരു ചോദ്യമായിരുന്നു. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23ാമത്തെ ചോദ്യമാണ്. ഇത് ഫിഗർ ബി സി ഇസ് ദ ഡയാമീറ്റർ ഓഫ് സെമി സർക്കിൾ. ഓക്കെ, ബി സി എന്ന് പറയുന്നത് വ്യാസമാണ്, ഡയാമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സൈഡ് എ സി തന്നിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് ആംഗിൾ ബി തന്നിട്ടുണ്ട്. ബി എ സി എത്ര? എടാ നോക്കിക്കേ,
ബി സി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി എന്ന് പഠിച്ചിട്ടുണ്ട്. 1 മാർക്ക് 90 ഡിഗ്രി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പല മെത്തേഡിൽ ചെയ്തു പോകാം. നമുക്ക് 2r × സൈൻ ആംഗിൾ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് അതുപോലെ തന്നെ ചെയ്തു പോകാം. അതായത് എ സി എന്ന് പറയുന്ന ഒരു കോഡ് തന്നിട്ടുണ്ട്. അതായത് സർക്കിൾ ഞാനാണല്ലോ എ സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. എന്താണ്? 2r ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2r ഇൻറ്റു സൈൻ 40 ഡിഗ്രി. അതായത് എ സി എന്ന് പറയുന്നത് നേരെ തിരിച്ച് ചെയ്താ കേട്ടോ. എ സി ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ 40 ഡിഗ്രി. അതായത് എ സി എന്ന് പറയുന്ന കോഡ് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് സൈൻ ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. എ സി എന്ന് പറയുന്ന 5 ആണെന്ന് അറിയാം. 5 ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ 40ൻ്റെ വാല്യൂ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 0.6428. നിങ്ങൾ എടുക്കുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ 2 പ്ലേസിലാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ നിന്നും ആരെയാണ് ഇൻറ്റു 0. സംതിങ് ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഷൻ ആവും. അതായത് 5 ഡിവൈഡഡ് ബൈ 0.6428 ഇസ് ഈക്വൽ ടു 2r. ഇനി ഇവിടെ 2r മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇവരെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 7.8 ഇസ് ഈക്വൽ ടു 2r എന്ന് വരും കേട്ടോ. ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ചെയ്ത് സമയം കളയുന്നില്ല, അതുകൊണ്ട് ആൻസർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നേരെ എഴുതുവാണേ. ഓക്കെ, ഇതിൽ നിന്നും റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2നെയും ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊടുക്കുക. അപ്പോൾ 2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇൻറ്റു 2 എന്നുള്ളത് ഡിവൈഡഡ് ബൈ 2r ഇസ് ഈക്വൽ ടു r. ദാറ്റ് ഈസ് 3.9 സെൻറ്റിമീറ്റർ എന്ന് വരും റേഡിയസ് അഥവാ ആരം. സെറ്റാണല്ലോ, പ്രശ്നമില്ല. കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, അതാണ് ഇവിടെ ഒരു ടൈം എടുക്കും നമുക്കതൊന്ന് ചെയ്തു വരാനായിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 3.9 ആണ് നമുക്ക് റേഡിയസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, എ ബി സിയുടെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാ സൈഡും തമ്മിൽ കൂട്ടണം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്. 2r എന്ന് പറഞ്ഞാലാണ് ഈ ബി സി അല്ലെ. 2r എന്ന് പറഞ്ഞാൽ ബി സി ആണ്. ബി സി എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ആണ്, വ്യാസമാണ്. വ്യാസം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടുപിടിച്ചു. എത്രയാണ്? 7.8 ആണ്. 7.8 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബി എ എന്ന് പറയുന്ന സൈഡ് കണ്ടുപിടിക്കണം. അതുകൂടി കണ്ടുപിടിച്ചാലേ 3 സൈഡും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബി എ എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കാനായിട്ട് പല മെത്തേഡ്സും ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെയ്ത ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് എ ബി ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ എത്ര ഡിഗ്രി? സി എന്ന് നമുക്ക് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. എ ബി ഇസ് ഈക്വൽ ടു, ഞാൻ അപ്പുറത്തേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. എടാ, ഇത് 90, ഇത് 40. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി കേട്ടോ. 50 ഡിഗ്രി അത് പ്രശ്നമില്ലാത്ത കാര്യമാണ്, നമുക്ക് അറിയാവുന്നതാണ്. 3 പേരെയും കൂട്ടുമ്പോൾ 180. അതിൽ നിന്നും 90ഉം 40ഉം മൈനസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 50 കിട്ടും. അപ്പോൾ ഇക്വേഷൻ എന്താണ്? എ ബി ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സി. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുവാണേ. യെസ്, എ ബി ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ സി. എ ബി നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. 2r നമുക്ക് അറിയാലോ. 2r നമ്മൾ കണ്ടുപിടിച്ചു. 7.8 ഇൻറ്റു സൈൻ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. ദാറ്റ് ഈസ് 7.8 ഇൻറ്റു സൈൻ 50ൻ്റെ വാല്യൂ വന്നിട്ട് 0.7660 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 5.9 സംതിങ് ആണ് വരുന്നത് കേട്ടോ. 5.9 വരും. നേരെ തന്നെ ഞാൻ ആൻസർ എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും കിട്ടി 5.9. ഇനി എൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എല്ലാവരും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. 5 + 7.8 + 5.9. അപ്പോൾ പെരിമീറ്റർ ചുറ്റളവ്, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ചെയ്യുക. എ ബി എന്ന് പറയുന്നത് 5.9 പ്ലസ് ബി സി എന്ന് പറയുന്നത് 7.8 പ്ലസ് എ സി എന്ന് പറയുന്നത് 5. ഫൈനൽ ആൻസർ 18.7 സെൻറ്റിമീറ്റർ വരും കേട്ടോ. 18.7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെയും കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അത് മാത്രം ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രശ്നമില്ലല്ലോ, സെറ്റാണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ നമുക്ക്? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എന്തെങ്കിലും ഒന്നുകൂടി ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
24ാമത്തെ ചോദ്യമാണ്. 24ാമത്തെ ചോദ്യം യെസ് എന്തായാലും ഉറപ്പായിട്ടും വരും എന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും. ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതിൽ തന്നെ 24ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത്തവണത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷനിൽ വന്നിരിക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻസ്. അതായത് ഫ്രം ദി ടോപ്പ് ഓഫ് എ ഇലക്ട്രിക് പോസ്റ്റ്. ഓക്കെ, ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ടോപ്പിൽ നിന്നും 2 വയേഴ്സ്. ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കേട്ടുപരിചയമുണ്ടോടാ? ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇവനും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതായത് അളവുകളൊന്നും മാറിയിട്ടുണ്ടാകാം. ടെക്സ്റ്റ് ബുക്കിലെ പല ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. സോ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ 2 സൈഡിലേക്കും എന്ത് വലിച്ചു കെട്ടിയിട്ടുണ്ട്? ഓക്കെ, വയർ വലിച്ചു കെട്ടിയിട്ടുണ്ട്. 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, 50 ഡിഗ്രി 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ വയറുകൾ തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട് 30 മീറ്റർ ആണ്. റഫ് ഫിഗർ വരക്കുക, പോസ്റ്റിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റിന്റെ 2 അറ്റത്തേക്കുമായിട്ട് 2 വയർ അങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഒരാംഗിൾ എത്ര ചെയ്യുന്നടാ? 50 ഡിഗ്രി. ഒരാംഗിൾ 50 ഡിഗ്രിയും ഒരാംഗിൾ 45 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നമ്മളോട് പേരൊന്ന് കൊടുത്തേക്കാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ വയറുകൾ കെട്ടിയിരിക്കുന്ന ദൂരം, ഈ എ ബിയുടെ ദൂരം 30 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? 30 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് കണ്ടുപിടിക്കുക. ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കിയേക്കാം. നമുക്ക് ഹൈറ്റ് എക്സ് ആയിട്ട് എടുക്കാം. അറിയില്ല അല്ലെ? എച്ച് ആയിട്ട് എടുത്തതിൻ്റെ വാല്യൂ 1.19 കേട്ടോ. അവിടെ കാണാൻ പറ്റില്ല അല്ലേ? ഇപ്പുറത്ത് എഴുതിയേക്കാം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.19 ആണ് കേട്ടോ. ഓക്കെ, ഈസ് ഈക്വൽ ടു എക്സ് ബൈ 30 മൈനസ് എക്സ്. മിസ് അതുപോലെ തന്നെ എഴുതി. ഇതിന് എക്സ് കണ്ടുപിടിക്കാൻ ഈ ഡിവൈഡഡ് ബൈ 30 മൈനസ് എക്സ് ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് വരുമ്പോൾ ഇൻറ്റു ആകും. ഓക്കെ, അതായത് 1.19 കൊണ്ട് 2 പേരെയും ഇൻറ്റു ചെയ്യണം. ഇനി അവിടെ എക്സ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഞാൻ അതങ്ങ് എഴുതി പൊക്കോട്ടെടാ. ആൻസർ ഇൻറ്റു ചെയ്ത് നോക്കണേ. ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 35.7 മൈനസ് ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 1.19 എക്സ് തന്നെ വരും. ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇനി എക്സുകാരെല്ലാവരും ഒരു സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എക്സുകാരെല്ലാവരും ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ മൈനസ് 1.19 എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആകും. ഇനി ഇവിടെ 35.7 മാത്രമേ ഉള്ളൂ. എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. മൈനസ് 1 അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് എന്നാകും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 35.7 ഇസ് ഈക്വൽ ടു ഒരു എക്സിൻ്റെ കൂടെ 1.19 എക്സ് കൂട്ടുമ്പോൾ 2.19 എക്സ് ആയി അല്ലേ? ഒരു എക്സിൻ്റെ കൂടെ 1 എക്സ് കൂട്ടുമ്പോൾ 2 എക്സ് ആകും അല്ലേ? 2.19 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വന്നു? 2.19 എക്സ് വന്നു. ഇതിൽ നിന്നും വീണ്ടും എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇൻറ്റു 2.19 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആകും അല്ലേ? 35 കാണാൻ പറ്റുന്നുണ്ടോ? 35.7 ഡിവൈഡഡ് ബൈ 2.19 ഇസ് ഈക്വൽ ടു എക്സ് എന്ന് തോന്നും. ഇനി ഇവനെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യണേ. ഓക്കെ, ഞാനൊന്ന് അപ്പുറത്തേക്ക് എടുത്ത് എഴുതുന്നുണ്ട്. കഴിഞ്ഞു പോയോ? ഓക്കെ, ഇവിടെ എഴുതാം. എത്രയാണ് വന്നിരിക്കുന്നത്? 35.7 2.19 35.7 ഡിവൈഡഡ് ബൈ 2.19 ഇസ് ഈക്വൽ ടു എക്സ്. ഇവിടെ നമുക്ക് പോയിന്റ് മാറ്റണം അല്ലേ? അതായത് ഡെസിമൽ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ 2 പ്ലേസ് മാറ്റണം. അപ്പോൾ 2 0 വരുന്ന 100 കൊണ്ട് താഴെ ഇൻറ്റു ചെയ്യണം. താഴെ എന്ത് ചെയ്താലും മേലെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 3 5 2 0. ഒരു സ്ഥാനം കഴിഞ്ഞു, പോയിന്റ് കഴിഞ്ഞു, 7 വന്നു. ഇനി ഒരു സ്ഥാനം കൂടി ഉണ്ട്, ഞാൻ 0 ഇട്ട് കൊടുത്തു. ഡിവൈഡഡ് ബൈ 219. ഇതെല്ലാം കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, അറിയാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവരെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 16.3 മീറ്റർ ആണ് നമുക്ക് എക്സ് ആയിട്ട് വരുന്നത്. ഈ എക്സ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എക്സ് അല്ലേ നമ്മുടെ ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? എവിടെ? എക്സ് ആണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് തന്നെ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റി. ക്ലിയർ ആണല്ലോ? വേറെ പ്രശ്നമൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇതിലെ തന്നെ ബി പാർട്ട് നോക്കിയേക്കാം. ദി ലെങ്ത് ഓഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ തന്നിട്ടുണ്ട്. 6 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ 2 സൈഡ് ഉണ്ട്, 10 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ ബിറ്റ്വീൻ ദം, അവർക്കിടയിലുള്ള ആംഗിൾ അല്ലെ? അവർക്ക് ഇടയിലുള്ള ആംഗിൾ, അതായത് 6നും 10നും ഇടയിലുള്ള ആംഗിൾ ആണ് 35 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്താണ്? അതായത് ഇവൻ്റെ ഏരിയ ചോദിച്ചിരിക്കുന്നു. ABC ആൻഡ് ഇവിടെ D എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. എന്താണ് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ? പരപ്പളവ് ഇസ് ഈക്വൽ ടു ഹാഫ് BH ആണ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, പക്ഷേ ബേസ് അറിയാം.
10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ബേസ് നമുക്കറിയാം 10 ആണ്. പക്ഷേ ഹൈറ്റ് അറിയില്ല. ഹൈറ്റ് കണ്ടുപിടിക്കണം. എടാ ഭയങ്കര സിമ്പിൾ അല്ലേ. ഓക്കെ, ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 35 ഓപ്പോസിറ്റ് സൈഡും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡായ ഹൈപ്പോട്ടന്യൂസ്, അതായത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും എതിർവശം കർണം വരുന്ന ആരാണ്? സൈൻ 35 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അവിടെയും കാൽക്കുലേഷൻസ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതാ നേരെ കൊടുക്കാൻ പോകുന്നു. സൈൻ 35 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് എതിർവശം എന്തായിട്ടാണ് കിടക്കുന്നത്? എച്ച് കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ആണല്ലേ. ഓക്കെ, ഡിവൈഡഡ് ബൈ 6. ഓക്കെ അല്ലേ. അപ്പോൾ സൈൻ 35ന്റെ വാല്യൂ വന്നിട്ട് 0.57 ഇസ് ഈക്വൽ ടു എച്ച് ബൈ 6. ഇതിൽ നിന്നും എച്ച് കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഇൻറ്റു 6 ആകും. ദാറ്റ് ഈസ് 0.57 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു എച്ച്. ഹൈറ്റ് വന്നിട്ട് 3.42 ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, പെട്ടെന്ന് കിട്ടി ഹൈറ്റ്. നമുക്ക് നേരെ എന്തിലേക്ക് പോകും? പെട്ടെന്ന് ഞാൻ എടുത്ത് എഴുതിയതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. കാൽക്കുലേഷൻസ് ചെയ്യണം കേട്ടോ. ആ ഒരു ടൈം ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ആൻസർ ഒന്ന് നോട്ട് ചെയ്തിട്ട് നേരെ എഴുതുന്നത്. അപ്പോൾ ഹൈറ്റും കിട്ടി ആൻഡ് ഡബിൾ അണ്ടർലൈൻ ചെയ്യാൻ വരട്ടെ. ഹൈറ്റ് കിട്ടി. ബേസ് നമുക്കറിയാം, പാദം 10 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. നേരെ ഏരിയയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഏരിയ പരപ്പളവ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് 10 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 3.42. വെട്ടിക്കളഞ്ഞ് ആരെ വേണമെങ്കിലും വെട്ടിക്കളയാം. 10 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് കളയാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലം. എങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ വന്നിട്ട് 17.2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 17.2 അല്ല കേട്ടോ, 10, 1, 14, 2, 17.1 കേട്ടോ. 17.1 കേട്ടോ, ലാസ്റ്റ് 2 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, 17.1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും പ്രശ്നമില്ല, കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് സെയിം സൈഡ്? ഓക്കെ, രണ്ട് സൈഡും സെയിം ആണ്, പക്ഷേ അവർ തമ്മിലുള്ള ആംഗിൾ 145 ആണ്. അതായത് എന്താ നോക്കിയേടാ, സൈഡുകളെല്ലാം സെയിം ആണ്. അതായത് 10 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു ട്രയാങ്കിൾ അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 145 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഏരിയ എന്തായിരിക്കും? നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഇതാണല്ലോ ഇവൻ്റെ ഹൈറ്റ്. ഓക്കെ ആണല്ലോ, ഹൈറ്റ് അറിയാം. ഇവിടെ ഹൈറ്റ് നമുക്ക് ബേസ് അറിയാം. ബേസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ബേസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ, വലിയ പ്രശ്നമില്ല. ഇവിടെയും ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, ഇത് 145 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 35 ഡിഗ്രി ആയിരിക്കില്ലേ? വീണ്ടും സൈൻ എന്ന് പറയുന്ന ആളെ ഇട്ട് കൊടുത്താൽ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടിയ ആളെ തന്നെ വരും. എത്രയാണ് ഹൈറ്റ് കിട്ടിയത്? 3.42 തന്നെ വരും. ഓക്കെ അല്ലേ? അതായത് ഇവൻ്റെ ബേസും ഹൈറ്റും എന്തിനോട് സെയിം ആണ്? ആദ്യം ചെയ്ത ക്വസ്റ്റ്യനോട് സെയിം ആണ്. ബേസും ഹൈറ്റും സെയിം ആയിട്ട് വന്നാൽ ആ ട്രയാങ്കിൾസിൻ്റെ ഏരിയ പരപ്പളവും സെയിം ആയിരിക്കും. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് വരുന്നത്. അതല്ല നിങ്ങൾ ചെയ്ത് തന്നെ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, കറക്റ്റ് സെയിം ആൻസർ, സെയിം സ്റ്റെപ്പ് വരും. ഫസ്റ്റ് ഒരു സ്റ്റെപ്പിൽ ആര് വരുന്നുണ്ട്? 180 മൈനസ് 145 ഈസ് ഈക്വൽ ടു 135 വരും. പിന്നെ സെയിം തന്നെ സൈൻ 35 ചെയ്യുക, നേരെ ആൻസറിലോട്ട് വരാൻ സാധിക്കും. ഇത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞു. ഓക്കെ, എല്ലാ സെൻറ്റൻസ് ആയിട്ട് എഴുതി വെച്ചാലും തെറ്റൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് കേട്ടോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ. ആ ഒരു ചോദ്യം കഴിഞ്ഞു. ഇതാ 25ാമത്തെ ചോദ്യമായി. യെസ്, ഫൈനലി കഴിയാറായി അല്ലേ? എത്രാമത്തെ ക്ലാസ്സാ അല്ലേ? ഓക്കെ, എ സ്ക്വയർ പിരമിഡ് ഈസ് ടു ബി മെയ്ഡ് വിത്ത് ട്രയാങ്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ലാറ്ററൽ ഫേസസ് എല്ലാം തന്നിട്ടുണ്ട്, മെഷേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് എത്ര? അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഇത് ബേസ് എഡ്ജ് ആണ്, അതായത് എ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ. ഇത് ലാറ്ററൽ എഡ്ജ് ആണ്, ഇ നമുക്കറിയാം. ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ് സ്ലാൻഡ് ഹൈറ്റ്, ചരിവ് ഉയരമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിക്കേ, എ അറിയാം, ഇ അറിയാം, എല്ല് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഓ, അവിടെ ഗ്യാപ്പില്ല അല്ലേ? ഓക്കെ, എ അറിയാം, ഇ അറിയാം, എല്ല് കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് 30, ഇ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 25. ഓക്കെ, എല്ല് കണ്ടുപിടിക്കണം. അപ്പോൾ എയും ഇയും എല്ലും വരുന്നത് ലഹാണോ ഇലയാണോ ഹെഡാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഇലയിൽ ഇട്ട് കൊടുക്കാം അല്ലേ? ഇലയിൽ ഇട്ട് കൊടുക്കാം. ഇലയിൽ എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലയിൽ ആരാ വലുത്? ഇ ആണ് വലുത്. അപ്പോൾ ഈ സ്ക്വയറിൽ നിന്നും a/2 ഹോൾ സ്ക്വയർ നമ്മൾ മൈനസ് ചെയ്യുന്നു. നമുക്ക് നേരെ ആൻസറിലോട്ട് വരും. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 സ്ക്വയർ മൈനസ് എ എന്ന് പറഞ്ഞാൽ 30. 30ൻ്റെ പകുതി 15 സ്ക്വയർ. ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതായത് 625 മൈനസ് 225 എത്രയാടാ? √400 കാണുന്നുണ്ടോ? ഓക്കെ, √400 എത്രയാ? 20 സെൻറ്റിമീറ്റർ. കഴിഞ്ഞു.
അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. എത്ര സെൻറ്റിമീറ്റർ ആണ്? 20 സെൻറ്റിമീറ്റർ. ഇനി ആരെ കണ്ടുപിടിക്കണം? പിരമിഡിൻ്റെ ഹൈറ്റ്, അതായത് വെറും ഹൈറ്റ് എച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, എച്ച് കണ്ടുപിടിച്ചേക്കാം. നമുക്ക് ആളുകളെല്ലാം ഉണ്ട്, എച്ച് ആണ് വേണ്ടത്. അപ്പോൾ അതാ നോക്കിയേ, എ അറിയാം 30, എൽ അറിയാം, ഇപ്പോൾ കിട്ടി 20, എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ലഹ് അല്ലേ, ഈ 3 പേരും വരുന്ന ലഹിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ നമുക്ക് എച്ച് കിട്ടും. ലഹിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലഹിൽ ഏറ്റവും വലുത് എല്ലാണ്. അപ്പോൾ എല്ലിൽ നിന്ന് a/2 ഹോൾ സ്ക്വയർ മൈനസ് ചെയ്യുക. എൽ എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 30ന്റെ പകുതി എന്തായാലും 15 അറിയാം. ദാറ്റ് ഈസ് 20ന്റെ സ്ക്വയർ 400, 400 മൈനസ് 225 എത്ര വന്നു? √175 സെൻറ്റിമീറ്റർ എന്ന് വന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും കിട്ടി 175 സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടിയിരിക്കുന്നു. ഓക്കെ ആണല്ലോ, ഹൈറ്റ് √175 സെൻറ്റിമീറ്റർ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവന്റെ വോളിയം കണ്ടുപിടിക്കാനാണ്, വ്യാപ്തം കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താടാ? വോളിയത്തിന്റെ ഇക്വേഷൻ എല്ലാവരുടെയും പഠിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/3a² h ആണ്. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു a സ്ക്വയർ. a എന്ന് പറയുന്നത് എത്രയാണ്? 30 സ്ക്വയർ ഇൻറ്റു h. ഹൈറ്റ് നമുക്കിപ്പോൾ എത്ര കിട്ടി? √175. ഫാക്ടറൈസ് ചെയ്ത് എഴുതാട്ടോ, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. 175 ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു 30 ഇൻറ്റു √175. 30നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 30 ഇൻറ്റു 10 എത്ര വന്നു? 300 √175 സെൻറ്റിമീറ്റർ ക്യൂബ്. കഴിഞ്ഞു. ഓക്കെ, ഇത് അയ്യോ കണ്ടില്ലല്ലേ. ഓക്കെ, 300 √175 കഴിഞ്ഞു. അപ്പോൾ ഇതും പ്രശ്നമില്ലാത്തൊരു ചോദ്യമായിരുന്നു, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ, ബി പാർട്ട് ഉണ്ട്, അതുകൂടി നോക്കിയേക്കാം. യെസ്, ഇതും എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഒരു സെക്ടർ ഉണ്ട്, സെൻട്രൽ ആംഗിൾ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? എക്സ് ആയിട്ടാണ് എടുക്കുന്നത്, 216 ഡിഗ്രി. ഇനി സർക്കിളിൻ്റെ റേഡിയസ്, ഓക്കെ, സർക്കിളിൻ്റെ റേഡിയസിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R ആണ് കൊടുക്കുന്നത്, 25 സെൻറ്റിമീറ്റർ. ഓക്കെ, ആ ഒരു സെക്ടർ മടക്കിയിട്ട് കോൺ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ കേട്ടോ. സ്ലാൻഡ് ഹൈറ്റ് എത്ര? നമുക്കറിയാലോ, സ്ലാൻഡ് ഹൈറ്റും എല്ലും ഈക്വൽ ആയിരിക്കും, രണ്ടും 25 സെൻറ്റിമീറ്റർ. 1 മാർക്ക്. ഇനി ബേസ് റേഡിയസ് എത്ര? ഓക്കെ, 6 അല്ലേ. ബേസ് ഉള്ളത് കോണിനാണ്, കോണിൻ്റെ റേഡിയസ് ചെറിയ 6 ആണ്. അപ്പോൾ സെക്ടർ മടക്കി കോൺ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഒരൊറ്റ ഇക്വേഷനാണ് മനസ്സിലേക്ക് വരുന്നത്. h/360 is equal to R/L. ഓക്കെ അല്ലേ. എക്സ് എന്ന് പറയുന്നത് 216 ഡിവൈഡഡ് ബൈ 360 is equal to R അറിയില്ല, L കണ്ടുപിടിച്ചു 25. ഇതിൽ നിന്ന് R കണ്ടുപിടിക്കാൻ ഈ ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ ദാ ഇവിടെ 216/360 ഓൾറെഡി ഉണ്ട്. ഡിവൈഡഡ് ബൈ 25 ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇൻറ്റു 25 ആവും. ഇസ് ഈക്വൽ ടു, ഇനി അവിടെ 6 മാത്രമേ ഉള്ളൂ. ഞാൻ ആൻസർ നേരെ എഴുതിക്കോട്ടെടാ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിച്ച് പോകാം കേട്ടോ. 15 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ റേഡിയസ് വരുന്നത്. 15 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 15 വരും. അപ്പോൾ ദാ ഇവൻ്റെ ഉത്തരം കിട്ടി 15 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് എന്താണ്? വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബേസ് റേഡിയസ്. ഓക്കെ, വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം, വ്യാപ്തം എന്താണ്? 1/3 πr² ആണ് വ്യാപ്തം. പക്ഷേ ഇവിടെ R നമ്മൾക്ക് കിട്ടി 15 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഹൈറ്റ് അറിയാമോ? ഇല്ല. ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം ഇനി ഇക്വേഷനിലേക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ, കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ R അറിയാം, അതുപോലെ തന്നെ R അറിയാം, പിന്നെ ആരെ അറിയാവുന്നത്? ഓക്കെ, L അറിയാം. എച്ച് കണ്ടുപിടിക്കാൻ അറിയാലോ. ആറും എല്ലും എച്ചും വെച്ചിട്ടുള്ള റിലേഷൻ എല്ലാം നമുക്കറിയാം. R എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ, L എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ, L എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എച്ച് കണ്ടുപിടിക്കാൻ √L² മൈനസ് R² ചെയ്താൽ മതി. ഇവർ 3 പേരുള്ള റിലേഷൻ അറിയാലോ അല്ലേ. ദാ ഒരു കോൺ ഉണ്ട്, ഇവൻ്റെ റേഡിയസ്, ഇത് സ്ലാൻഡ് ഹൈറ്റ്, ഇത് ഹൈറ്റ്. ഓക്കെ, ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഹൈപ്പോട്ടന്യൂസ്, അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള എല്ലിൽ നിന്നും ഇവനെ മൈനസ് ചെയ്യാം കേട്ടോ, മറന്നിട്ടില്ല എന്ന് കരുതുന്നു. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് √25² മൈനസ് 15² എത്രയാണ്? 625 മൈനസ് 225, ദാറ്റ് ഈസ് √400. ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ കിട്ടി. പെട്ടെന്ന് കിട്ടി എല്ലാം. ഇതൊന്നും കാൽക്കുലേഷൻസ് വലിയ പ്രശ്നമില്ലാത്തതാണ്. ആകെ കുറച്ച് ആ പോയിൻ്റൊക്കെ വരുന്ന കാൽക്കുലേഷൻ, ട്രിഗണോമെട്രിയിലേക്കാണ് കുറച്ച് കാൽക്കുലേഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഹൈറ്റ് കിട്ടി. ഇനി നേരെ വോളിയത്തിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. വോളിയം, വ്യാപ്തം ഇസ് ഈക്വൽ ടു
1/3 പൈ ആർ സ്ക്വയർ എച്ച് 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ എത്രയാണ്? ഇവിടെ ഉണ്ട് അല്ലേ. 15 സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാണ്? 20. ദാ ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് നീക്കി എഴുതാണേ. 1/3 ഇൻറ്റു പൈ ഇൻറ്റു 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 15 ഇൻറ്റു 20. ഇതെന്തിനാ സ്പ്ലിറ്റ് ചെയ്യുന്നേ? കണ്ടോ, നമുക്കിങ്ങനെ പെട്ടെന്ന് വെട്ടിക്കളയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, 5 × 5 25, 2 75. ഓക്കെ, പൈ ഇൻറ്റു 75 ഇൻറ്റു 20, ദാറ്റ് ഈസ് 1500 പൈ. വോളിയം ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ ക്യൂബിൽ വേണം എഴുതാനായിട്ട്. സെറ്റാണോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു. വലിയ പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ ഇവരെല്ലാവരും. ഓക്കെ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത 2 ക്വസ്റ്റ്യൻസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചാപ്റ്റർ അല്ലല്ലോ, എല്ലാ ക്വസ്റ്റ്യൻസും കവർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിപ്പോൾ ലാസ്റ്റ് വന്നിട്ട് കാര്യമില്ല അല്ലേ, എന്നാലും പറഞ്ഞേക്കാം, എളുപ്പത്തിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് സെക്ഷനാണ് അല്ലെങ്കിൽ ഏത് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക്, എ സെക്ഷനിലാണോ ബി സെക്ഷനിലാണോ സി സെക്ഷനിലാണോ, ഏത് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഡൗട്ട് അല്ലെങ്കിൽ ആൻസർ വേണ്ടതെന്ന് നേരെ തന്നെ ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ലാസ്റ്റ് സെക്ഷനാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ കാണാപ്പാടായിട്ടുണ്ടാവും അല്ലേ. അതായത് ഒരു സർക്കിൾ വരക്കുക, 3 സെൻറ്റിമീറ്റർ റേഡിയസ്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാവേ. ഓക്കെ, ഒരു സർക്കിൾ വരക്കുക, 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്നൊരു സർക്കിൾ വരച്ചു. ഇനി ഈ സെൻറ്ററിൽ നിന്നും 7 സെൻറ്റിമീറ്റർ അകലെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നീട്ടി വരക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ആ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് ടാൻജന്റ് വരക്കുക. എന്ത് ചെയ്യണം? ഈ OP, ഓക്കെ, OP എന്ന് പറയുന്ന ആൾക്ക് എന്ത് വരക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാം. ഇത് സെൻറ്റർ ആക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ആർക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കിൾ ഫുള്ളായിട്ട് വരക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ സർക്കിൾ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആർക്ക് കട്ട് ചെയ്താലും കറക്റ്റായിട്ട് തന്നെ വരും. ഓക്കെ, നേരെ വരക്കാം. സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്ക് പിയിൽ നിന്നും 2 ലൈൻസ് വരക്കുക. അതാണ് നമ്മുടെ ടാൻജൻറ്റ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാവരും ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ചെയ്ത് മാർക്ക് മേടിച്ചൊരു ചോദ്യമായിരിക്കണം. കാരണം നമ്മൾ ക്ലാസ്സിൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ വാല്യൂസ് മാറ്റിയും ഇത് തന്നെ കുറേ തവണ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേക്കാം, 24ാമത്തെ ചോദ്യം. അപ്പോൾ 24ാമത്തെ ചോദ്യത്തിൽ ഒരു റെക്റ്റാങ്കിൾ പറഞ്ഞിട്ടുണ്ട്. റെക്റ്റാങ്കിൾ വരക്കുക. ഓക്കെ, ഒരു ചതുരം വരക്കണം. ചതുരത്തിൻ്റെ പ്രത്യേകത ലെങ്ത്തും ബ്രെഡ്ത്തും 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമാണ്. ഇതേ ചതുരത്തിൻ്റെ ഏരിയ വരുന്ന എന്ത് വരക്കണം? സ്ക്വയർ വരക്കണം. അതാ നോക്കിക്കേടാ, ഈ ഒരു 4 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ. 4 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത്, ഞാൻ പേര് കൊടുക്കാം, ABP. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണ്? ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക. പകുതി കൂടുതൽ എടുത്തിട്ട് നേരെ ആർക്ക് കട്ട് ചെയ്യുക, ലൈൻ വരക്കുക. എന്നിട്ട് ഇത് സെൻറ്റർ ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഒരു സെമി സർക്കിൾ അങ്ങ് വരക്കുക. എന്നിട്ട് ഈ ഒരു ലൈനിലെ ഇവനെ അങ്ങ് മേലേക്ക് അങ്ങ് യോജിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ വരക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ സൈഡ്. സി എന്ന് പേര് കൊടുക്കാം. PC കോമ്പസിലെടുത്തിട്ട് സിയിൽ നിന്നും ആർക്ക് കട്ട് ചെയ്യുക, പിയിൽ നിന്നും ആർക്ക് കട്ട് ചെയ്യുക. കുറച്ചൊന്ന് പുറത്തേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഇങ്ങോട്ടൊന്ന് നീട്ടി വരക്കാം. ബിയിൽ നിന്നും അതേ അളവ് ആർക്ക് കട്ട് ചെയ്യുക. അവരെ തമ്മിൽ യോജിപ്പിച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ സ്ക്വയർ ഇവിടെ റെഡി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് എന്തിൽ വന്നിരിക്കുന്നത്, മോഡൽ എക്സാമിന് വന്നിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി വളരെ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് വരക്കുന്ന ക്വസ്റ്റ്യൻസ് എനിക്കൊന്നും വരച്ച് കാണിക്കണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാലോ, ഒത്തിരി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. ഒന്ന് വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും SSLC എക്സാം ഇതിലും നന്നായിട്ട് തന്നെ എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ടെൻഷനൊന്നും വേണ്ട, അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, നല്ല രീതിയിൽ തന്നെ പഠിച്ചതെല്ലാം ഓർക്കാനും അതുപോലെ തന്നെ നല്ലൊരു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഫുള്ളായിട്ട് എനർജി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഇനിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ടെൻഷനൊന്നും വേണ്ട. എന്തായാലും ഇവിടെ വരെ ആയി അല്ലേ. എന്തായാലും ഇത്രയും നാൾ പഠിച്ചു, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലും ഇത്രയും നല്ലൊരു പഠിത്തം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിനുള്ള റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ. അടിപൊളിയായിട്ട് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ ഡിയേഴ്സ്. ഓക്കെ, ബൈ.